ചേട്ടാ പെരും മഴയത്തും ആവേശം ആയിട്ട് ചേട്ടൻ വന്നു പടത്തിന് ടർബോ. എനിക്ക് സാറ് വനിതാ തിയേറ്ററിൽ കാണുന്ന ആളാണ്. പക്ഷെ എനിക്ക് വനിതാ തിയേറ്ററിൽ 3 ഷോക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ലുലു ബുക്ക് ചെയ്തു. 9:30 ഷോക്കാണ് ഞാൻ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് കാര്യമായിട്ട് റിവ്യൂ ഒന്നും ഞാൻ ആർക്കും കൊടുത്തില്ല. ലുലുവിന് റിവ്യൂ ഇല്ല. അതിപ്പോ ചേട്ടന് ഇവിടെ കൊടുക്കാൻ പറ്റിയില്ലേ? അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ഒരു റിവ്യൂ കൊടുക്കുകയാണ്. റിവ്യൂ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബോ എങ്ങനെയുണ്ട് ടർബോ ജോസ്? ടർബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സിനിമയുടെ പ്രധാന കാതൽ എന്ന് പറയുന്നത് അതിന്റെ കഥ. മിഥുൽ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ സ്ക്രിപ്റ്റ് റൈറ്ററിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല നല്ല പടങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ആള്. അദ്ദേഹത്തിന്റെ ഒരു കഥ എന്ന നിലയിൽ ഈ കഥ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, സ്വീകരിക്കാൻ പറ്റും. പിന്നീട് ഇതിന്റെ വരുന്ന വൈശാഖ് എന്ന് പറയുന്ന സംവിധായകൻ, സംവിധായകനെ കുറിച്ച് നമുക്കറിയാം. നമ്മളെ പുലിമുരുകനൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ആ ഒരു ഇത് പുലിമുരുകന് മോഹൻലാൽ, പോക്കിരി രാജ ഇങ്ങനെയുള്ള ഒരുപാട് പടങ്ങൾ, നല്ല ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ് വൈശാഖ് എന്ന സംവിധായകൻ. അപ്പൊ വൈശാഖും മമ്മൂട്ടിയും ഞാൻ പറയില്ല, മമ്മൂക്കയും പിന്നെ ഇവര് 3 പേരും കൂടി ചേർന്ന്, കൂടാതെ തമിഴ് സിനിമയിൽ നിന്നും തെലുങ്ക് സിനിമയിൽ നിന്നും കന്നഡ സിനിമയിൽ നിന്നുമുള്ള അറിയപ്പെടുന്ന താരങ്ങളും കൂടി ഇതിനകത്ത് വരുമ്പോൾ ഈ സിനിമ എന്ന് പറയുമ്പോ നല്ലൊരു അവിയലാണ്. അവിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അവിയലിന് എല്ലാ കഷ്ണങ്ങളും ചേരുമ്പോഴാണ് അവിയലാകുന്നത്. ഇതിനകത്ത് ഘടകങ്ങൾ എന്ന് പറയുന്ന സംവിധാനം, അഭിനയം, ബാക്ക്ഗ്രൗണ്ട്, പിന്നെ മ്യൂസിക്, ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ്, അതാണ് ഞാൻ അവിയൽ എന്ന് ഉദ്ദേശിച്ചത്. ചേട്ടൻ കൈയടിച്ച് തിമിർത്ത തിയേറ്ററിൽ കൈയടിച്ച് 1-2 സന്ദർഭങ്ങളിൽ ഞാൻ കൈയടിച്ചു. അത് എവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നില്ല, അത് സ്പോയിലറായിപ്പോ. എന്തായാലും നിങ്ങൾ കണ്ട് തീരുമാനിക്കുക എവിടെയൊക്കെ നിങ്ങൾക്ക് കൈയടിക്കാം. പിന്നെ ഇതിനകത്ത് മമ്മൂക്ക, പിന്നെ അതുപോലെ നമ്മുടെ ബിന്ദു പണിക്കര് ഇതിനകത്ത് ഒരു പ്രത്യേക ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു മേക്കപ്പും ഒരു മേക്ക് ഓവറൊക്കെ നന്നായിട്ടുണ്ട്. ഒരു നല്ല മേക്ക് ഓവറാണ്, നന്നായിട്ടുണ്ട്.